നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിവാഹമോചനം നടത്തിയിട്ട് വേണം അടുത്ത കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. നീ അവളുടെ വിവാഹമോചനം കഴിയുന്നത് വരെയെങ്കിലും അവളെ തല്ലുന്നൊന്ന് നിർത്ത്. അതിനുശേഷം ഒരു താലി കെട്ടി അവളെ നിന്റെ ഭാര്യയാക്ക്. എടാ, എന്നിട്ട് പിന്നെ നീ അവളെ തല്ലുകയോ കൊല്ലുകയോ എന്താണെന്ന് വെച്ചാ ചെയ്തോ. അമ്മ ഈ കാര്യത്തിലൊന്നും ഇടപെടണ്ട. അവള് ഞാനുമായിട്ടുള്ള പ്രശ്നം ഞാൻ തീർത്തോളാം. ശരി ശരി, തീർക്കും. ചേരേണ്ടത് തമ്മിലേ ചേരും. ഈനാമ്പേറ്റിക്ക് മരപ്പെട്ടി കൂട്ട്. ബെഡ് കോഫി എനിക്ക് വേണ്ട. ഐ എം സോറി. ഇന്നലെ ഞാൻ നിന്നെ തല്ലിയത് ഒത്തിരി തെറ്റായിപ്പോയി. അല്ല മൈഥിലി, നീ കാർത്തിയാത്രയ്ക്ക് പൊക്കി പറഞ്ഞപ്പോ എന്തോ എനിക്ക് നിയന്ത്രണം വിട്ടുപോയി. അങ്ങനെ സംഭവിച്ചു പോയതാ. മൈഥിലി, എനിക്ക് നീ മാപ്പ് തരണം. മേല ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒന്ന് ക്ഷമിക്കടോ പ്ലീസ്. എന്നിട്ട് താൻ ഈ കോഫി കുടിക്കേ. താൻ ഇന്നലെ പട്ടിണിയായിരുന്നു എന്ന് അമ്മ പറഞ്ഞു. ആദ്യം തായത് കുടിക്കേ. അടിയേറ്റത് കവളത്താണെങ്കിലും ഹൃദയത്തിനാ മുറിവ്. മനസ്സിലേറ്റ മുറിവൊന്നും അങ്ങനെ പെട്ടെന്നുണങ്ങില്ല വൈശാഖെ. ഇന്നലെ രാത്രി ഞാൻ ഒരു പോലെ കണ്ണടിച്ചിട്ടില്ല. മാനസികമായി ഞാൻ ആകെ തകർന്നുപോയി. നിന്നോടൊപ്പം ഇറങ്ങി തിരിച്ചത് ഒരു ശരിയായ തീരുമാനമാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു. അല്ല മൈഥിലി, ഞാൻ നിന്നോടൊപ്പം ഇറങ്ങി തിരിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ള അനുഭവങ്ങൾ വേദനിപ്പിക്കുന്നത് തന്നെയാ. നീ നിന്റെ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എന്റെ മനസ്സറിയാൻ ശ്രമിക്കുന്നില്ല. മൈഥിലി, നീ അങ്ങനെയൊന്നും പറയരുത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതിൽ എനിക്കും കുറ്റബോധമുണ്ട്. അതിന്റെ പേരിൽ എനിക്ക് തെറ്റ് പറ്റിയിട്ടുമുണ്ട്. നീ അതൊക്കെ മറക്കണം. ഞാൻ ഇന്നു മുതൽ പുതിയൊരാളായി മാറുവാണ്. കൊള്ളക്കാരന്റെ ശബ്ദം എന്താ കാക്ക കരിയും പോലെ. മാത്രല്ല കൈ പഞ്ഞു പോലെ ഉണ്ടല്ലോ. ഇത് കൊള്ളക്കാരനല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും? ആളൊരു കൊള്ളക്കാരൻ തന്നെയാ. മീനാക്ഷിയുടെ ഹൃദയം കട്ടോണ്ടുപോയ കൊള്ളക്കാരൻ. കൈയെടുത്ത് മാറ്റി ACP. ഈ കണ്ണുപൊത്തി കളിയൊക്കെ വെരി വെരി ഓൾഡ്. ഇതൊക്കെ പ്രേമം ഉണ്ടായ കാലത്തെ നമ്പരാ. ക്ലീശേ.
പ്രേമം ഉണ്ടായ കാലത്ത് ആരാരെ പ്രേമിച്ചു? പ്രേമം ഉണ്ടായത് ലോകത്തിന്റെ ആരംഭത്തിലാ. അന്ന് കടലും കരയൊക്കെയല്ലേ ഉള്ളൂ. കടല് കരയെ പ്രേമിച്ചു. ഓഹോ, അങ്ങനെയാണോ പ്രേമം ഉണ്ടായത്? ACPK ഈ ന്യൂജൻ റൊമാൻസ് ഒന്നും അറിയില്ല. എനിക്ക് പ്രണയിക്കാനൊന്നും അറിയില്ലല്ലോ മീനാക്ഷി. ഈ പോലീസ് ട്രെയിനിങ്ങിൽ തന്നെ ഞാൻ മൊരടനായി പോയി. ഞാനൊരു പ്രേമിസ്റ്റ് ആവണമെങ്കിലേ ഇനി എന്തൊക്കെ ട്രെയിനിങ് വേണം? ആദ്യം വേണ്ടത് നല്ല മുല്ലപ്പൂ പോലത്തെ വാക്കുകളാ. അതിന് ഞാനിപ്പോ എന്ത് ചെയ്യും? എന്റെ വായിന്ന് വരുന്നത് ഷട്ടപ്പ്, ബ്ലഡി റാസ്കൽ തുടങ്ങിയ വാക്കുകളാ. അതൊക്കെ പ്രതികളെ ചവിട്ടി കൂട്ടുമ്പോ പ്രയോഗിച്ചാ മതി. പ്രണയിക്കണമെങ്കിൽ മുല്ലപ്പൂ പോലത്തെ വാക്കുകളും റോസാപ്പൂ പോലത്തെ ഹൃദയവും ഉണ്ടാവണം. ആ, ഏതായാലും ACPയുടെ ഹൃദയം റോസാപ്പൂ പോലെയാ ഇരിക്കുന്നത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഈ പ്രണയത്തിന് ട്രെയിനിങ് കോളേജ് വല്ലതുണ്ടോ മീനാക്ഷി? അതെന്തിനാ? അപ്പൊ പോയി പഠിക്കാൻ. അതിനെങ്ങും പോണ്ട. ഇങ്ങനെ അന്യോന്യം നോക്കിക്കൊണ്ട് നിന്നാ മതി. ഇത് തന്നെയാ കോളേജ്. റൊമാൻറ്റിക് കോളേജ്. പ്രേമത്തിന് ലാംഗ്വേജേ ഇല്ല ACP. ഒരു ലാംഗ്വേജും ഇല്ലാതെയല്ലേ ഞാൻ ACP പ്രേമിക്കാൻ തുടങ്ങിയത്. ഉടമയും അടിമയും തമ്മിലുള്ള പ്രണയം. എന്റെ മീനാക്ഷിക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. സമ്മാനോ? അതെ. ഡയമണ്ടോ? ഇതെന്തിനാ? ഇതൊരു സ്പെഷ്യൽ ഗിഫ്റ്റ്. എന്റെ മോളെ ഒരമ്മ നോക്കുന്നതിനേക്കാൾ നന്നായി നോക്കുന്നതിന്. ACP, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ എന്റെ മകളെന്ന് പറയരുതെന്ന്. പിന്നെ വൈകുമോൾ എന്റെ ആരാ? സോറി കേട്ടോ, നമ്മുടെ മോൾ വൈക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.